കൃഷ്ണകുമാറിനെ ജയിലിലാക്കാനായിട്ട് ചില തന്ത്രങ്ങൾ, കൃഷ്ണകുമാറിന്റെ മകളെയും ജയിലിലാക്കണം, ഇതാണ് തന്ത്രം. അപ്പോൾ ഈ 3 പേരുടെയും വാദങ്ങളെല്ലാം തന്നെ ഒന്നിനു പുറകെ ഒന്നായി പൊളിയുകയാണ്. കാരണം CCTV ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നു. ഇനി എന്തായിരിക്കും മുന്നോട്ട് പോവുക? തീർച്ചയായിട്ടും ഇവർ പറഞ്ഞ വാദങ്ങളെല്ലാം പൊളിയുകയാണ്. അതോടൊപ്പം തന്നെ ഇവർ കൊടുത്ത കൗണ്ടർ കേസ് പ്രകാരം 23 വർഷം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. കൃഷ്ണകുമാറിനെതിരെ 23 വർഷവും മകൾക്കെതിരെ 10 വർഷവും തടവ് ലഭിക്കാവുന്ന വിധത്തിലുള്ള കുറ്റങ്ങൾ ചുമത്തിയിട്ടുള്ള വകുപ്പുകളാണ് എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവരെ ഭീഷണിപ്പെടുത്തി കവടിയാറിലെ വീട്ടിൽ കൊണ്ടുവന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇവർ സ്വമേധയാ വരുന്നതും വാഹനത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അതോടൊപ്പം തന്നെ അവിടെ വെച്ച് ഒരു വാക്കുതർക്കം പോലെ ഉണ്ടായപ്പോൾ റെസിഡൻസ് അസോസിയേഷൻ ഇടപെട്ടു. പിന്നീട് അവർ കവടിയാറിൽ നിന്ന് അമ്പലമുക്കിലേക്ക് പോകുന്നതാണ്. അത് തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം വാങ്ങി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇവർ സ്വമേധയാ കാറിൽ പോകുന്നു. ഒരു യുവതി സ്വന്തം സ്കൂട്ടറിൽ തന്നെ ഇവരെ അനുഗമിച്ചു പോകുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മോഷണ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കുതന്ത്രങ്ങളെല്ലാം തന്നെ പൊളിയുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പോലീസും അത് പരിശോധിച്ചു വരികയാണ്. ഏതായാലും തട്ടിക്കൊണ്ടൽ പോകൽ പരാതി ഇനി നിൽക്കുമെന്ന് തോന്നുന്നില്ല. ഇത് യഥാർത്ഥ കുറ്റം മറയ്ക്കാനാണെന്ന് വ്യക്തമാക്കുന്ന, ഇത് സാധൂകരിക്കുന്നതിനുള്ള തെളിവുകളാണ് ഇപ്പോൾ ലഭിച്ചത്. കേസിലെ കവടിയാറിലെ ഫ്ലാറ്റിൽ നിന്ന് പരാതിക്കാരികൾ കൃഷ്ണകുമാറിൻ്റെ വാഹനത്തിൽ കയറുന്നത് ദൃശ്യങ്ങൾ കാണാം. 2 ജീവനക്കാരികളാണ് ഇവിടെ നിന്ന് വാഹനത്തിൽ കയറുന്നത്. എന്നാൽ ഇവർ ആരോപിക്കുന്ന പോലെ ബലപ്രയോഗം നടത്തി തട്ടിക്കൊണ്ടുപോയതായി ദൃശ്യങ്ങളിലൊന്നും തന്നെ കാണാൻ കഴിയുന്നില്ല. പരാതിക്കാരിൽ ഒരു സ്ത്രീ സ്വന്തം വാഹനത്തിലാണ് കയറിപ്പോകുന്നത്. അപ്പോൾ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണയുടെ കവടിയാറുള്ള ഫ്ലാറ്റിലേക്ക് ചർച്ചയ്ക്കായി സ്ഥാപനത്തിലെ ജീവനക്കാരികളെ വിളിച്ചു വരുത്തുകയായിരുന്നു. എന്നിട്ട് ബലപ്രയോഗമൊന്നുമില്ലാതെ അവർ ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളുണ്ട്. ചർച്ചയ്ക്കിടെ വാക്കുതർക്കമുണ്ടായപ്പോൾ ഫ്ലാറ്റിലെ കെയർടേക്കറും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹി ഇടപെട്ട് ഉച്ചത്തിലുള്ള സംസാരം വിലക്കുകയായിരുന്നു. തുടർന്നാണ് അമ്പലമുക്കിലെ ഓഫീസിലേക്ക് പോയത്. അവിടെ പോകുന്നതും ബലപ്രയോഗത്തിലൂടെയൊന്നുമല്ല. അപ്പോൾ പിന്നീട് ഇവർ എത്തുന്നത് അമ്പലമുക്കിലെ ഓഫീസിലാണ്. അവിടെ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അത് ഉടൻ ശേഖരിക്കുമെന്നാണ് പറയുന്നത്. ഇരു വിഭാഗവും ഷൂട്ട് ചെയ്തിട്ടുള്ള ദൃശ്യങ്ങളാണ് പിന്നീട് നടന്ന സംഭവങ്ങളിൽ ഉള്ളത്. എന്നാൽ തട്ടിക്കൊണ്ടുപോകലും പണാപഹരണവും ജീവനക്കാരികൾ നൽകിയ പരാതി സാധൂകരിക്കുന്ന തെളിവുകളൊന്നും അന്വേഷണ സംഘത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. അപ്പം ഇതിനകത്ത് ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ കൃഷ്ണകുമാറിനും കുടുംബത്തിനെതിരെ തട്ടിക്കൊണ്ടുപോകൽ, ഭീഷണിപ്പെടുത്തൽ, പണാപഹരണം എന്നിങ്ങനെയുള്ള ഗുരുതര കുറ്റങ്ങൾ ചുമത്തിയാണ് മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 23 വർഷവും 3 മാസവും ജയിലിലടയ്ക്കാൻ കഴിയുന്ന 7 കുറ്റങ്ങളാണ് കൃഷ്ണകുമാറിനെതിരെ പോലീസ് ചുമത്തിയത്. ഇതിൽ തന്നെ 10 വർഷം തടവിലിടാൻ കഴിയുന്ന 3 വകുപ്പുകൾ ജാമ്യമില്ലാത്തത് കൂടിയാണ്. ഭാരതീയ നിയമസംഹിതയിലെ 137(2), 308(6), 296, 75, 351(2), 155(2), 35 വകുപ്പുകളാണ് കൃഷ്ണകുമാറിനെതിരെ ചുമത്തിയിരിക്കുന്നത്. മോഷണക്കുറ്റത്തിന് തെളിവുകളടക്കം ഉണ്ടെന്നിരിക്കവെയാണ് കൗണ്ടർ കേസിൽ പോലീസ് ഗുരുതരമായ കുറ്റങ്ങളും വകുപ്പുകളും ഒക്കെ ചുമത്തിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 2 ബാങ്കുകളിൽ നിന്ന് സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് പോലീസ്. അതിലൊരു യുവതി പറയുന്നവരുടെ ഭർത്താവ് ഓരോ മാസം അവർക്ക് 1 ലക്ഷം രൂപ വീതം അയച്ചു കൊടുക്കുന്നു എന്നാണ്. അതിന് ഒരിക്കലും അത് വിശ്വസനീയമല്ല. കാരണം ഈ 1 ലക്ഷം രൂപ വീതം ഒരു ഭർത്താവ് അയക്കുന്നെങ്കിൽ ഇവർ ഈ തുച്ഛമായ പൈസയ്ക്ക് ഇവിടെ വന്ന് ജോലി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതേസമയം ആരോപണ വിധേയരായ യുവതികളുടെ മൊഴി വിശദമായി രേഖപ്പെടുത്താൻ പോലീസിന് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളത് പോലീസിൻ്റെ ഒരു വീഴ്ചയായി കണക്കാക്കാം. ഇത് അന്വേഷണത്തിൽ മെല്ലെപ്പോക്കുണ്ടാക്കുമെന്നുള്ള ആരോപണത്തിന് ഇടയാക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ ഈ കൃഷ്ണകുമാർ ഒരു BJP നേതാവാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ഇക്കാര്യത്തിൽ വലിച്ചിഴയ്ക്കുന്നു എന്നുള്ളൊരു ആരോപണം വന്നിട്ടുണ്ട്. കൃഷ്ണകുമാറിനെതിരായ കൗണ്ടർ കേസിനെ സംബന്ധിച്ച നിജസ്ഥിതി ബോധ്യപ്പെടുത്താൻ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുമെന്നും അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട്. ദിയ കൃഷ്ണയുടെ OBYOCയിൽ പരിശോധന നടത്തി സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ കൈവശപ്പെടുത്തിയതിന് പിന്നാലെയാണ് സ്ഥാപനത്തിൻ്റെ പേരിലുള്ള പേരൂർക്കടയിലെ സ്വകാര്യ ബാങ്കിൽ നിന്ന് അന്വേഷണ സംഘം 2024 മുതലുള്ള അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. 69 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ചെറിയ തുകയല്ലല്ലോ. തുടർന്ന് ആരോപണ വിധേയരുടെ പേരിലുള്ള വലിയ തുറയിലെ SBI ബ്രാഞ്ചിലെ അക്കൗണ്ട് വിവരങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. 3 വനിതാ ജീവനക്കാരിൽ ഒരാളുടെ മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നെങ്കിലും മറ്റ് 2 പേരിൽ നിന്ന് മൊഴിയെടുക്കാൻ മ്യൂസിയം പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ താരതമ്യം ചെയ്യുന്നതിലൂടെ തട്ടിപ്പിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടുന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം. അതിൽ തന്നെ കൃഷ്ണകുമാർ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ഈ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ഇവരുടെ അക്കൗണ്ടിൽ ഇടുകയാണെങ്കിൽ ഇവരിൽ നിന്ന് തിരിച്ചത് ക്യാഷായി ATMിൽ നിന്ന് വാങ്ങണമല്ലോ. അത് വാങ്ങിയതായിട്ടോ അല്ലെങ്കിൽ അതൊക്കെ പരിശോധിക്കാം സ്വാഭാവികമായിട്ടും. ഇപ്പോൾ ഒരു ദിവസത്തെ കണക്കെടുത്ത് പരിശോധിക്കുമ്പം ഇതിലുള്ള ഒരു യുവതിയുടെ പേരിൽ 10,000 രൂപ അന്നത്തെ വിറ്റുവരവ് വന്നാൽ ഈ 10,000 രൂപ കൃഷ്ണകുമാറിന് അന്ന് വൈകിട്ട് എടുത്തു കൊടുക്കണമല്ലോ. അതന്നേരം ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിച്ച് അന്ന് വൈകിട്ട് ഏതെങ്കിലും ATMിൽ നിന്ന് എടുത്തിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുമല്ലോ.
അതെല്ലാം കൃഷ്ണകുമാർ പറയുന്നുണ്ട്. അതായത് 2024 ജൂലൈ മുതൽ സ്ഥാപനത്തിലെ QR കോഡ് മാറ്റി 69 ലക്ഷം രൂപ 3 ജീവനക്കാർ ചേർന്ന് തട്ടിയെടുത്തെന്നാണ് പരാതി. ഇത് വ്യക്തമാക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. അതേസമയം തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തി നടനെതിരെ ഇവർ കൗണ്ടർ കേസ് കൊടുത്തതിന് ശേഷമാണ് കൃഷ്ണകുമാർ ഇത് പൊതുസമൂഹത്തോട് അറിയിച്ചത്. അതായത് ഇനി എന്തായാലും കൃഷ്ണകുമാറിൻ്റെ മൊഴി വിശദമായി രേഖപ്പെടുത്തും. കന്റോൺമെൻറ്റ് അസിസ്റ്റൻറ്റ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ മ്യൂസിയം സിഇയാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. അതുകൂടാതെ തന്നെ തിങ്കളാഴ്ച കവടിയാറിലെ ദിയയുടെ ഫാൻസി ആഭരണശാലയായ ഓബൈ OCയിൽ പോലീസ് പരിശോധന നടത്തിയിട്ടുണ്ട്. അപ്പോൾ കടയിൽ നിന്ന് സ്ഥാപനത്തിലെത്തിയ കസ്റ്റമേഴ്സിൻ്റെ മൊബൈൽ നമ്പറുകൾ അടങ്ങിയ രജിസ്റ്ററും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും CCTV ദൃശ്യങ്ങളും അടക്കം ശേഖരിച്ചിരുന്നു. കൂടാതെ ജീവനക്കാരികൾ തട്ടിക്കൊണ്ടുപോയി പൂട്ടിയിട്ടെന്ന് ആരോപിക്കുന്ന കൃഷ്ണകുമാറിൻ്റെ ജവഹർ നഗറിലെ ഫ്ളാറ്റിലെ ദൃശ്യങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. സ്ഥാപനത്തിലെ ഔദ്യോഗിക അക്കൗണ്ടിലേക്ക് എത്തിയ പണവും ജീവനക്കാരികളുടെ അക്കൗണ്ടിലേക്ക് എത്തിയ പണവും പരിശോധിച്ച് വരികയാണെന്ന് അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ വ്യക്തമാകും. അപ്പം തട്ടിക്കൊണ്ടുപോയെന്ന ജീവനക്കാരുടെ പരാതിയിൽ കേസെടുത്തെങ്കിലും പണം തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ നൽകിയ എതിർ പരാതിയാണ് ഇതെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കേസ് ബലം ഉണ്ടാവില്ല. 2024 ജൂലൈ മുതൽ സ്ഥാപനത്തിൽ നിന്ന് പ്രതികൾ ഇത്തരത്തിൽ പണം മോഷ്ടിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത്. ഉപഭോക്താക്കൾക്ക് സ്കാൻ ചെയ്ത് പണം നൽകാനുള്ള QR കോഡിന് പകരം സ്വന്തം ബാങ്ക് അക്കൗണ്ടിലെ QR കോഡ് നൽകിയാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. തങ്ങളെ തട്ടിക്കൊണ്ടുപോയി പണം തട്ടിയെടുത്തെന്ന് ആരോപിച്ച് ജീവനക്കാർ നൽകിയ പരാതിയിൽ കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസും എടുത്തിട്ടുണ്ട്. അത് പെട്ടെന്ന് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. അതേസമയം പരാതിക്കാരായിട്ടും കൃഷ്ണകുമാറിനെതിരെ യുവതികളുടെ പരാതിയിൽ പോലീസ് ചേർത്ത വകുപ്പുകളടക്കം കടുത്ത വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. അടിസ്ഥാനപരമായ പരിശോധന പോലും നടത്താതെ FIR രജിസ്റ്റർ ചെയ്യുന്ന പോലീസ് നടപടിയാണ് എതിർപ്പുകൾക്കിടയാക്കുന്നത്. ഇതൊരു BJP നേതാവ് എന്ന തരത്തിലാണ് പോലീസ് ഇതിനകത്ത് കളിച്ചിരിക്കുന്നത്. അങ്ങനെയല്ലേ തോന്നുന്നത്? ശരിക്കും അങ്ങനെ തോന്നുന്നു. ഇപ്പം കാരണം ഇപ്പോൾ ഈ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നപ്പോഴത്തേക്ക് തന്നെ QR കോഡ് അവരുടെ ഫോണിലെ QR കോഡിലാണ് പൈസ അവർ സ്വീകരിക്കുന്നത്. മാത്രമല്ല പല അക്കൗണ്ട് ഉടമകൾ അല്ലെങ്കിൽ പൈസ കൊടുത്ത ആൾക്കാർ വന്നിച്ച് പറയുന്നുണ്ട്, ഞങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ ദിയയുടെ അക്കൗണ്ട് അല്ലല്ലോ, സ്ഥാപനത്തിൻ്റെ അക്കൗണ്ട് അല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഈ രേഖകളെല്ലാം പുറത്തു വരുമ്പോൾ ഇവർ പറയുന്ന എല്ലാ വാദങ്ങളും ഇവിടെ പൊളിയാണ്. അപ്പോൾ കള്ളത്തരം കാണിച്ചു എന്ന് പറഞ്ഞത് മാത്രമല്ല, ഇപ്പം കൃഷ്ണകുമാറിനെതിരെ തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ ആ കുടുംബം ഞങ്ങളെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന ആ വാദങ്ങളെല്ലാം ഇവിടെ പൊളിയുക. ഇത്തരത്തിലുള്ള വാദങ്ങൾ പൊളിയുന്നതോടുകൂടി ഇപ്പോൾ മാധ്യമങ്ങൾ ഇത്തരം വാർത്തകളിൽ നിന്ന് പതിയെ അകലുകയാണ്. കാരണം ഒരുപക്ഷെ കൃഷ്ണകുമാർ ആയതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ BJP നേതാവ് ആയതുകൊണ്ടായിരിക്കും അത്തരം കാര്യങ്ങൾ വലിയ ശ്രദ്ധ കൊടുക്കുന്നില്ല. പകരം ഇവരുടെ കാര്യത്തിലാണ് ഈ ജാതിക്കാട് ഇറക്കി കളിക്കുന്നു, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നു പറയുന്നു. ഇതേ വ്യക്തി തന്നെ പിന്നെ പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് 1 ലക്ഷം രൂപയോ 1.5 ലക്ഷം രൂപയാണ് ഓരോ മാസം അയച്ചു തരുന്നത്. അത്രയും തുക അയച്ചു തരുന്ന ഒരാൾ ഇതുപോലൊരു ഡെയിലി കുറച്ച് പൈസ കിട്ടുന്ന സാധ്യതയൊന്നുമില്ല. അപ്പോൾ മൊത്തത്തിൽ ഇവിടെ ഒരു കളം മാറി തിരിയുന്നു എന്നല്ലേ മനസ്സിലായി. അത് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ സിനോജ് പറഞ്ഞതുപോലെ തന്നെ ഇതിപ്പോൾ ഈ യുവതികൾക്ക് അനുകൂലമായിട്ടാണ് ഈ കേസിൻ്റെ മുന്നോട്ടുള്ള പോക്കെങ്കിൽ ഇത് വലിയ വാർത്തകളായിരുന്നു. ഒരുപക്ഷെ വലിയ ചർച്ചകൾക്കും വലിയ ഡിബേറ്റുകൾക്കും ഹാപ്പനിങ് നൗവിലുള്ള വാർത്തകൾക്കും ഒക്കെ ഇതിൽ വലിയ ഇടം പിടിച്ചേനെ. പക്ഷേ ഇത് സംഭവിച്ചിരിക്കുന്നത് കൃഷ്ണകുമാറിന് അനുകൂലമായിട്ട് വരുന്നു എന്ന് കണ്ടപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇതിൽ നിന്നും എല്ലാവരും പിൻവലിയുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഓൺലൈൻ മാധ്യമങ്ങൾ ഒഴികെയുള്ള മാധ്യമങ്ങളൊന്നും വലിയ രീതിയിൽ ഇപ്പോൾ വാർത്ത കൊടുക്കുന്നില്ല. അപ്പോൾ അതൊരു വല്ലാത്തൊരു സമീപനമാണ്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ ഒരാളുടെ ന്യായത്തിനോ അല്ലെങ്കിൽ അയാളുടെ നീതിക്കോ ഒരു അവസരം നിഷേധിക്കുന്ന ഒരുതരം അപലപനീയമായ ഒരു നടപടിക്രമമായിട്ട് ഇതിനെ കാണാൻ കഴിയുള്ളൂ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത്. ഇപ്പോൾ ഒരു CPM പ്രവർത്തകനായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കില്ല ഇത് മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, മുകേഷ് MLA ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളൊക്കെ വരുമ്പോൾ, മുകേഷിനെതിരായി വരുമ്പോൾ അത് വലിയ വാർത്തയാക്കാറില്ല. അങ്ങനെ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കാം. അത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് കൃത്യമായി അത് മനസ്സിലാകും. പക്ഷേ അതാണ് കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ ഈ മാധ്യമങ്ങൾ വേട്ടയാടപ്പെടുന്നതിനൊരു പ്രധാന കാരണം. പലപ്പോഴും ഇത്തരത്തിൽ ഓരോ പാർട്ടിയുടെ അല്ലെങ്കിൽ ഓരോ വർണ്ണത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തരംതിരിവുകൾ വാർത്തയിൽ കൊണ്ടുവരുമ്പോൾ, അതിന് നീതി ലഭിക്കാതെ വരുമ്പോൾ, നമുക്കറിയാം ഈ മാധ്യമ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് മർദ്ദനമേൽക്കുന്ന സംഭവങ്ങളുണ്ടാകുമ്പോൾ, ചില മാധ്യമ സ്ഥാപനങ്ങളിലെ ആകുമ്പോൾ അത് KUWJ അടക്കം അല്ലെങ്കിൽ അത്തരം ഭാരവാഹികളടക്കം അത് വലിയ ചർച്ചയാക്കുകയും പ്രകടനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ചില മാധ്യമങ്ങളിൽ അതാണെങ്കിൽ ആരും മൈൻഡ് പോലും ചെയ്യില്ല. നമ്മളതൊക്കെ അനുഭവത്തിൽ ഉള്ളതാണല്ലോ. അപ്പോൾ ആ ഒരു നടപടിയെ ശരിക്കും ജനങ്ങളത് വിലയിരുത്തപ്പെടട്ടെ അല്ലേ. ശരിക്കും ഈ ദിയയും അല്ലെങ്കിൽ അവരുടെ അച്ഛനും വളരെ മോശമായിട്ട് പെരുമാറി. ശരിയായിരിക്കും, സ്വാഭാവികമായിട്ടും കട നടത്തുന്ന ഒരാൾക്ക് പൈസ നഷ്ടം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് സംസാരിക്കും. അത് ഉയർന്ന ശബ്ദത്തിലാകും, വളരെ മോശമായ പദപ്രയോഗങ്ങൾ പ്രയോഗിക്കും. അതൊക്കെ പറയുന്നത് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ്, ഞങ്ങളെ ഉപദ്രവിക്കുകയാണ്, ഞങ്ങളെ മാനസികമായി തകർക്കാനുള്ള ശ്രമമാണ്. പക്ഷേ അപ്പോഴും ഇവർ പണം കട്ടെടുത്തുന്നോ അല്ലെങ്കിൽ ഇവർ ഞങ്ങൾ ഈ സ്ഥാപനത്തെ ചീറ്റ് ചെയ്തെന്നുള്ള കാര്യം ഇവർ ഔദ്യോഗികമായിട്ട് സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ സമ്മതിക്കാതെ പോകുമ്പോൾ മാധ്യമങ്ങൾ അവരുടെ കൂടെ നിൽക്കുന്നത്. ഇപ്പോൾ കൃഷ്ണകുമാർ 23 വർഷം വരെ തടവ് ശിക്ഷ
ലഭിക്കാം, അല്ലെങ്കിൽ മകൾക്ക് 7 വർഷം വരെ ലഭിക്കാം എന്നുള്ള രീതിയിലേക്ക് കേസ് ഫ്രെയിം ചെയ്ത് പോകുമ്പോൾ ഇന്ന് തിരിച്ചൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഇവർക്കെതിരെ എന്ത് രീതിയിലാണ് നടപടി പോകുന്നത് ഇതൊന്നും പറയുന്നില്ല. മാത്രമല്ല ഇവരെ ആദ്യം പ്രൊട്ടക്ട് ചെയ്ത മാധ്യമങ്ങളൊന്നും ഇപ്പം കൂടെ നിൽക്കുന്നില്ല, അവിടെയും ഇവിടെയും ഇല്ലാത്ത രീതിയിൽ ഒരു നിലനിൽപ്പുണ്ട്. പക്ഷേ ഇവിടെ ഈ 68 ലക്ഷം രൂപ എന്നൊക്കെ പറയുമ്പോൾ എത്രയോ കാലമായിട്ട് ഇത്തരം തട്ടിപ്പ് നടത്തുകയാണ്. അപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങുന്ന ഉടമ അവിടുത്തെ സ്റ്റാഫിനെ വിശ്വസിച്ച് കട ഏൽപ്പിച്ചിട്ട് എന്തെങ്കിലും കാരണവശാൽ ആശുപത്രി കേസോ അല്ലെങ്കിൽ ഇപ്പോൾ ഇവർ പ്രഗ്നൻ്റ് ആയ പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ ആ സ്ഥാപനത്തെ നശിപ്പിക്കാനായിട്ട് ഇത്തരത്തിലുള്ള തൊഴിലാളികൾ കഴിയും. അപ്പോൾ ഒരു സ്ത്രീയായ ഉടമ സ്ത്രീയായ തൊഴിലാളികൾ തന്നെ നശിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമായിട്ട് തന്നെ നമുക്കറിയാം അല്ലേ. ഇനി എന്തായാലും ഇത്തരത്തിൽ മാധ്യമങ്ങളുടെ ഒരു ഇടപെടലെങ്കിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഞങ്ങൾ എങ്ങനെയാണോ അവരുടെ കൂടെ നിന്നത് ഇതിങ്ങനെയല്ല സംഭവിച്ച് തെറ്റായിപ്പോയി, ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ തിരിച്ച് വാർത്ത കൊടുക്കാൻ തയ്യാറാവുന്ന മാധ്യമങ്ങളുടെ എണ്ണവും വിരലെണ്ണമായി മാറുന്നത് അല്ലേ. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.